സോളാർ തട്ടിപ്പ് കേസിൽ പ്രതിയായ സരിത എസ് നായർ അമ്പലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതിയിൽ ഹാജരായി. പണമിടപാടുമായി ബന്ധപ്പെട്ട 4 കേസുകൾ അറസ്റ്റ് വാറന്റുണ്ടായ സാഹചര്യത്തിലാണ് ഹാജരാകൽ. കോടതി പരിസരത്ത് സരിത എത്തിയെന്ന വാർത്തയറിഞ്ഞ് ധാരാളം ആളുകൾ തടിച്ചുകൂടി. അതേസമയം സോളാർ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ കെട്ടിവെച്ച തുക കടം വാങ്ങിയ പണമാണെന്നും ജാമ്യത്തുകയും വക്കീലിന് കൊടുത്ത തുകയുമായി 13 ലക്ഷം രൂപ അമ്മ 9 മാസത്തിനിടയിൽ പലരിൽ നിന്നും കടം വാങ്ങിയതാണെന്നും സരിത പറഞ്ഞു. ഈ 13 ലക്ഷം രൂപയ്ക്ക് എന്റെ അമ്മ 9 മാസം പലരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് ബ്രദേഴ്സ് ആണ്. ഒരിക്കലും അടുത്തുള്ളവരെന്നെ സഹായിച്ചിട്ടില്ല. അടുത്ത ബന്ധുക്കളെ ഞാൻ തള്ളി പറയുകയല്ല, പക്ഷെ അവരുടെ സാഹചര്യമായിരിക്കും. എന്നെ പോലെ ഇപ്പൊ ഇത്രയും വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ബന്ധു എന്ന് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതിനൊന്നും എനിക്കൊന്നും പ്രശ്നമില്ല. എന്റെ അടുത്ത് നിന്ന് എല്ലാ സുഹൃത്തുക്കളും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അകന്നു നിന്നവർ മൊത്തം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കേസിനകത്ത് 2 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി 2 ലക്ഷം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. അതായത് അതിന് എത്രയോ 60% 70% ഞാൻ കേസ് മുമ്പേ തന്നെ പൈസ തിരിച്ച് സെറ്റിൽമെന്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ എനിക്കറിയാം കേരളത്തിന്റെ ജനങ്ങളുടെ സംശയങ്ങളാണ്. കാര്യം നിങ്ങളിലൂടെയാണ് കേരളം സംസാരിക്കുന്നത്. ആ കേരളത്തിന്റെ സംശയങ്ങൾ ഞാൻ ദൂരീകരിക്കും. പക്ഷെ എനിക്കൊരു സമയം തരൂ പ്ലീസ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടിരിക്കും. വിത്തിൻ 2 or 3 days നിങ്ങളെ കണ്ടിരിക്കും. ഞാൻ സംസാരിച്ചിരിക്കും. ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്ന കണക്കാണ്. അതായത് ഒരു കേസിനകത്ത് 2 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി 2 ലക്ഷം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. അതായത് അതിന് എത്രയോ 60% 70% ഞാൻ കേസ് മുമ്പേ തന്നെ പൈസ തിരിച്ച് സെറ്റിൽമെന്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് കേസിന്റെ കാര്യമൊക്കെ. ബഹുമാനപ്പെട്ട കോടതിയിലുള്ള നമുക്കൊരു ഇതുള്ളത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറെ 2-3 ദിവസത്തിനകത്ത് ഞാൻ ഒന്ന് ക്ലിയർ അപ്പ് ചെയ്യല്ലേ. തീർച്ചയായിട്ടും ഉണ്ടാവും. രാഷ്ട്രീയ നേതാക്കൾ ആരും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ സരിത ആരോടും വിലപേശൽ നടത്തിയിട്ടില്ലെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ജീവന ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യത സൂക്ഷിക്കാനാണ് താമസ സ്ഥലം വെളിപ്പെടുത്താത്തതെന്ന് പറഞ്ഞ സരിത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാധ്യമങ്ങളെ നേരിൽ കാണുമെന്നും അറിയിച്ചു.